ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു വൈകുന്നേര കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലീനെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ മൂത്തയിടത്തുള്ള 11 കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഡിറ്റോറിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഓഡിറ്റോറിയമാണ്. നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഏരിയ ഉണ്ട്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ. നമ്മൾ വന്ന ഉടനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കുടിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി ഐസ് ബേബിനെ താഴെ വെച്ചത് ഓർമ്മയുണ്ട്. അവനിങ്ങനെ കിടന്ന് ഓടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കുകയാണ്. പിടിക്കാൻ നോക്കും തോറും പിന്നെയും പിടിവിട്ടിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും നേരം എടുത്ത് നടന്നിട്ട് താഴെ വെച്ചതിൻ്റെ സന്തോഷമാണ്. ആ ചാൻസ് നമ്മൾ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ എൻട്രി കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇപ്പോൾ ബിരിയാണി ആണെങ്കിൽ എടുത്ത് പറയാണ്ടാണ്, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പൊറോട്ടയും നെയ്പ്പത്തലും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി. പിന്നെ ഐസ് ബേബിനെ നമ്മൾ കളിക്കാനായിട്ട് വിട്ടു കേട്ടോ. കുറേ നേരം എടുത്തുകൊണ്ട് നടക്കുകയല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ ഇറങ്ങിയപ്പോൾ അപ്പുറത്ത് ഡെസേർട്ട് ഉണ്ടായിരുന്നേ. ഒരുപാട് ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ജിലേബി, പിന്നെ ഇങ്ങനെ ക്യൂബായിട്ട് വരുന്ന, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീസ് ഉണ്ടായിരുന്നു. പിന്നെ കോട്ടൺ ക്യാൻഡി, അങ്ങനെ ഒരുപാട് ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ചിട്ട് വീട്ടുകാരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കഴിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനതിൻ്റെ ഇടയിൽ ഈ ഇവൻറ്റിൻ്റെ ബോർഡ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ആർക്കെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോ. നല്ല അടിപൊളി സർവീസാണ് കേട്ടോ. അങ്ങനെ അവസാനം ഐസ് ബേബി വരാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ കേട്ടോ. കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നപ്പോൾ. അങ്ങനെ നമ്മൾ ഫൈനലി അങ്ങനെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.